ലഹരിമരുന്ന് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടിമുതൽ മാറ്റിയ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. ആന്റണി രാജു വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി. വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. ഹൈക്കോടതി ഉത്തരവിനെതിരായ ആന്റണി രാജുവിന്റെ ഹർജി തള്ളി. ലയണൽ മെസ്സിയുടെ അർജന്റീന ടീം കേരളത്തിലേക്ക് സ്ഥിരീകരിച്ച് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ. ടീമെത്തുക അടുത്ത വർഷം. കേരളത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ. പാലക്കാട് ജനം വിധി എഴുതുന്നു. ആദ്യ മണിക്കൂറിൽ മികച്ച പോളിംഗ്. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര. വിരായിരിയിൽ ഇരട്ട വോട്ട് ആരോപണവുമായി LDF. വോട്ട് ചെയ്യാൻ അനുവദിച്ചത് ഉദ്യോഗസ്ഥരെത്തി സത്യവാങ്മൂലം എഴുതി വാങ്ങിയ ശേഷം. പാലക്കാട് വിജയപ്രതീക്ഷ പങ്കുവച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടർമാരുടെ മനസ്സ് തനിക്കൊപ്പമെന്ന LDF സ്ഥാനാർത്ഥി പി സരീൻ. പാലക്കാടിന്റെ മതേതര മനസ്സ് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. NDAയ്ക്ക് അനുകൂല വിധിയെന്ന C കൃഷ്ണകുമാർ. പാലക്കാട്ടെ മണ്ണും മനസ്സും രാഹുലിനൊപ്പമെന്ന് ഷാഫി പറമ്പിൽ. സമസ്ത കേരളത്തിന്റെ സൂര്യ തേജസ് എന്ന സന്ദീപ് വാര്യർ. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ട് ഭരണഘടനയുടെ പകർപ്പ് കൈമാറി. സന്ദർശനം. സമസ്ത മുഖപത്രത്തിൽ സന്ദീപിനെതിരെ CPIM പരസ്യം വന്നതിന് പിന്നാലെ സമസ്ത മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകുന്ന സംഘടനയെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പരസ്യം ആര് തന്നാലും സ്വീകരിക്കുമെന്നും തങ്ങൾ. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മഹായുതി സഖ്യവും മഹാവികാസ് അഘാഡി സഖ്യവും നേർക്കുനേർ. പോളിംഗ് 288 മണ്ഡലങ്ങളിൽ. ജാർഖണ്ഡിൽ 2ാം ഘട്ട വോട്ടെടുപ്പ്. ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ജനവിധി തേടുന്നു. ടെന്നീസിൽ റാഫേൽ നദാൽ യുഗത്തിന് അന്ത്യം. ഇതിഹാസ താരം കളമൊഴിഞ്ഞത് തോൽവിയോടെ. ഡേവിസ് കപ്പ് ക്വാർട്ടറിൽ നെതർലൻഡ്സിനോട് പരാജയപ്പെട്ടു. പാലക്കാട് മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട